സ്ത്രീകൾക്ക് പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ അറസ്റ്റിലായ അനന്തു കൃഷ്ണന്റെ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഓഡിയോ സന്ദേശം പുറത്ത്. ആരും പുതിയ കേസുകൾ കൊടുക്കരുത് എന്നും ജയിലിൽ നിന്ന് പുറത്തു വന്നാൽ സ്കൂട്ടർ വിതരണം നടത്തുമെന്നും ഓഡിയോ സന്ദേശത്തിൽ പറയുന്നു. ഫണ്ട് റോൾ ചെയ്തപ്പോൾ ഉദ്ദേശിച്ച പണം കിട്ടാൻ വൈകിയെന്ന് അനന്തു കൃഷ്ണൻ വ്യക്തമാക്കി. പരാതിയുടെ മേൽ പരാതികളായിട്ട് പോയാൽ എനിക്ക് പുറത്തു വരവ് സാധ്യമാകില്ല. ഞാൻ പുറത്തു വന്നാൽ നിങ്ങളുടെ എല്ലാവരുടെയും കാര്യങ്ങൾ തീർക്കാനുള്ളത് എന്നെ സഹായിക്കാൻ ആളുകളുണ്ട്. കമ്പനികൾ പൈസ തരാൻ തയ്യാറാണ്. എനിക്ക് അവരുടെ പേരുകൾ ഞാൻ പുറത്തു പറയില്ല. പക്ഷേ നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പം ഉള്ളത് പരാതികൾ വരുന്നത് ഒഴിവാക്കണം. തുടർച്ചയായി പല സ്റ്റേഷനുകളിൽ പരാതികൾ വന്നാൽ ഞാൻ പുറത്തിറങ്ങാൻ വൈകും. ഞാൻ പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് സാധനം കിട്ടണമെങ്കിലും നിങ്ങളുടെ പണം തിരികെ തരണമെങ്കിലും വൈകും. ഞാൻ പുറത്തു വന്നാൽ നിങ്ങളെയൊക്കെ കാണുവാൻ കഴിയുകയും ഒരു സമയപരിധിക്കുള്ളിൽ നിങ്ങളുടേതായ പൈസ തിരികെ തരാനായിട്ട് പറ്റുകയും ചെയ്യും. ഇന്ന് CSR ഫണ്ടുകൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരമൊരു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വന്ന പൈസ ഞാൻ റോൾ ചെയ്തിട്ടുണ്ട്. NGO കോൺഫെഡറേഷനിലൂടെ വരേണ്ടുന്നത് വരാതിരുന്നപ്പോൾ എന്നെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലായി പോവുകയും ഒറ്റയ്ക്ക് ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വം ചുമലേക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. പരാതിയുടെ മേൽ പരാതികളായിട്ട് പോയി. ബിനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, ഗുഡ് മോർണിംഗ്. ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നും അയച്ച സന്ദേശമാണ്. പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന ഒരാൾ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇത്തരത്തിലൊരു സന്ദേശം അയക്കുന്നത്? ഇതിന്റെ വിശദാംശങ്ങൾ എന്താണ് ഈ ഓഡിയോ സന്ദേശം കൊണ്ട് പ്രതി ഉദ്ദേശിക്കുന്നത്? മോത്തി, പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം ആ വിവരം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ അറിയിക്കുക എന്നത് നിയമപരമായ നടപടിക്രമമാണ്. അതിനുവേണ്ടി ഇയാളുടെ സുഹൃത്ത് ആ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. ആ സമയത്ത് സുഹൃത്തിന്റെ ഫോണിൽ നിന്നാണ് ഈ ഓഡിയോ സന്ദേശം അയക്കുന്നത് എന്ന കാര്യം ഈ അനന്തു കൃഷ്ണൻ പറയുകയും ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്നത് ഈ കൂടുതൽ പരാതികൾ വരാതിരിക്കാൻ, ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വലുതാവാതിരിക്കാനുള്ള നീക്കങ്ങൾ ഈ പ്രതി ഈ പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം നടത്തുന്നു എന്നതാണ്. അതായത് കൂടുതൽ പരാതികൾ വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന ബോധ്യം അയാൾക്കുണ്ട്. എത്രയും വലിയ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് എന്നത് അയാൾക്കറിയാം. അതുകൊണ്ടാണ് കൂടുതൽ പരാതികൾ വരരുത് എന്ന് ഇയാൾ ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി ഇയാൾ ഈ സന്ദേശം അയക്കുന്നത് ഈ സംഭവം ഈ സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട ഫീൽഡ് പ്രൊമോട്ടർമാർക്കൊക്കെയാണ്. അതായത് സാധാരണ പലയിടത്തും തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെ അടക്കം കൂട്ടിയാണ് ഈ ഫീൽഡ് പ്രൊമോട്ടർമാരൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. അവരുടെയൊക്കെ ഒരു വിശ്വാസ്യത ഉപയോഗിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സാധാരണക്കാരാണ് ഇതിൽ പെട്ടുപോയത്. ആ സാധാരണക്കാരുടെ ഭാഗത്തു നിന്നുള്ള പരാതികൾ വരുന്നത് കുറയ്ക്കുക, അതിനുവേണ്ടി വലിയ തന്ത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പുറത്തു വന്നാൽ ഇതെല്ലാം ശരിയാക്കി തരാം, പണം റോൾ ചെയ്തപ്പോൾ വന്ന ഒരു പ്രശ്നമാണ് എന്നതാണ് ഇയാൾ പറയുന്നത്. പക്ഷേ ഇയാൾ എത്ര റോൾ ചെയ്താലും ഇനി ഇയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് പോലീസ് പറയുന്നത്. കാരണം കൊടുത്തു തീർക്കാനുള്ളത് കോടിക്കണക്കിന് രൂപയാണ്. അത്രമാത്രം വലിയൊരു തുക ഇയാൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് മൂവാറ്റുപുഴയിൽ മാത്രം 1200 പേർക്കാണ് സ്കൂട്ടർ നൽകാനുള്ളത്. 1200 പേർക്ക് സ്കൂട്ടർ നൽകുക എന്ന് പറയുമ്പോൾ ഏതാണ്ട് 9 കോടി രൂപ ഇയാൾക്ക് വേണം. ഇതുവരെ ഇയാൾക്ക് 1 രൂപ ഈ CSR ഫണ്ടിനത്തിൽ ഒരു സ്ഥാപനത്തിൽ നിന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇയാൾ ഈ ഓഡിയോയിൽ തന്നെ പറയുന്നത് 7 സ്ഥാപനങ്ങൾ CSR തരാൻ തയ്യാറായിരിക്കുകയാണ്. അവരുമായിട്ടുള്ള ചർച്ച താൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോലീസ് വന്ന് തന്നെ പിടിച്ചത് എന്നതാണ് ഇയാൾ പറയുന്ന ന്യായീകരണം. പക്ഷേ പോലീസ് പറയുന്നത് ഈ ഇത്രയും വർഷത്തിനിടയിൽ 1 രൂപ പോലും CSR ആയി കിട്ടിയിട്ടില്ല. ഇത് ഒരു മണി ചെയിൻ മോഡലുള്ള ഒരു തട്ടിപ്പ് തന്നെയാണ്. അതായത് പണം റോൾ ചെയ്ത് കൊണ്ടുപോവുകയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് പണം വാങ്ങി അവിടെയുള്ള കുറച്ചു പേർക്ക് സ്കൂട്ടർ നൽകും. പിന്നീട് മറ്റൊരിടത്തു നിന്ന് പണം വാങ്ങി കുറച്ചു പേർക്ക് സ്കൂട്ടർ നൽകും. ഏതായാലും കുറച്ചു പേർക്ക് ഈ സ്കൂട്ടർ, തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ് ഒക്കെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ചിത്രങ്ങളൊക്കെ കണ്ട് വിശ്വസിച്ചാണ് വീണ്ടും ആൾക്കാർ ഇതിലേക്ക് പണം നിക്ഷേപിച്ചു കൊണ്ടിരുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സാധാരണക്കാരായ സ്ത്രീകൾ അവരുടെ സ്വർണം പണയപ്പെടുത്തി ചെറിയ നിക്ഷേപങ്ങളൊക്കെ എടുത്ത് ഇതിലേക്ക് നൽകുകയാണ് ചെയ്തിരിക്കുന്നത്. ഇയാളുടെ പേരിലുള്ള 3 കമ്പനികളിലെ അക്കൗണ്ടിലേക്കാണ് ഈ പണത്തിന്റെ മുഴുവൻ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. ഈ പാവപ്പെട്ട സ്ത്രീകളൊക്കെ കൊടുത്തിരിക്കുന്നത് ഇയാൾക്ക്
ഇത് എല്ലാവർക്കും മുന്നിൽ ഒരു വലിയ പരിപാടിയായി അവതരിപ്പിക്കുന്നു. സ്ത്രീകൾക്ക് 50% വിലക്കുറവിൽ അവർക്ക് സ്വയം തൊഴിലൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു സ്കൂട്ടർ വാഹനം നൽകുകയാണ്, അല്ലെങ്കിൽ ലാപ്ടോപ്പ് നൽകുന്നു, തയ്യൽ മെഷീൻ നൽകുന്നു എന്നൊക്കെ പറയുന്നു. കുറച്ചു പേർക്ക് വിതരണം ചെയ്യുന്നു. സ്വാഭാവികമായും ആ പരിസരത്തുള്ള മറ്റുള്ളവരും ഇത്തരത്തിൽ 50% വിലക്കിഴിവിൽ ഇത് കിട്ടുമോ എന്നത് അറിഞ്ഞ് ബന്ധപ്പെട്ട ആൾക്കാരെ സമീപിക്കുന്നു. അതായത് അവിടുത്തെ പഞ്ചായത്ത് അംഗമായിരിക്കും, അല്ലെങ്കിൽ നഗരസഭാ കൗൺസിലറായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഇയാളുടെ ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സൊസൈറ്റിയുടെ സ്റ്റാഫുകളായിരിക്കും. അവരെ സമീപിക്കുന്നു. അവർ ആവശ്യമായ ഇവരുടെ നിന്ന് പണം നൽകിയാൽ ഈ സ്കൂട്ടർ 45 ദിവസത്തിന് നൽകുമെന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ വാട്സപ്പിലും ഒക്കെയുള്ള DP-കളും ചിത്രങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ആളുകളുമായി ഇയാൾ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെയാണുള്ളത്. അതൊക്കെ കാണുമ്പോൾ പലരും സാധാരണക്കാർ വിശ്വസിച്ചു. ഒരാൾ മാത്രമാണോ ഉൾപ്പെട്ടിട്ടുള്ളത്, അതോ ഈ തട്ടിപ്പിന് പിന്നിൽ മറ്റാർക്കെങ്കിലും ഒക്കെ പങ്കുണ്ടോ? ആ തരത്തിലൊക്കെ അന്വേഷണം പുരോഗമിക്കുകയാണോ? തട്ടിപ്പിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നത് സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇത് പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് ഈ കേസിന്റെ അന്വേഷണം കൈമാറാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഇതൊരു വിപുലമായ തട്ടിപ്പാണ്. മൂവാറ്റുപുഴയിലൊക്കെ എറണാകുളം ജില്ലയിലോ ഒതുങ്ങുന്നതല്ല, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നീണ്ടുകിടക്കുന്ന ഒരു തട്ടിപ്പാണ്. ഈ അപ്പെക്സ് ബോഡി, അതായത് NGO കോൺഫെഡറേഷന്റെ അപ്പെക്സ് ബോഡി ഉണ്ടാക്കി അതുവഴിയാണ് തട്ടിപ്പ് നടന്നിരിക്കുന്നത്. പക്ഷേ ഈ ഓഡിയോയിൽ തന്നെ അനന്തകൃഷ്ണൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിന്റെ ചെയർമാൻ അടക്കമുള്ളവർ പിന്നീട് അതിൽ നിന്ന് ഒഴിഞ്ഞ് ഈ ബാധ്യത മുഴുവൻ തന്റെ തലയിലാക്കി എന്നാണ് ഈ ഓഡിയോ സന്ദേശത്തിൽ അനന്തകൃഷ്ണൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകൾ ഇതിന് പിന്നിലുണ്ട്, രാഷ്ട്രീയ നേതാക്കളടക്കമുണ്ട്. ആ വഴിക്ക് അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാഥമികമായ നടപടികൾ മാത്രമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഈ പണം കൈമാറ്റം എവിടെ നിന്നൊക്കെ നടന്നു, ഏതൊക്കെ അക്കൗണ്ടുകളിൽ നിന്ന് പണം വന്നു തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴാണ് ഇതിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത്, ഇതിൽ കുടുങ്ങാൻ പോകുന്ന ഉന്നതർ ആരൊക്കെ എന്നത് വ്യക്തമാകുകയുള്ളൂ. മോത്തി. ശരി ബിനിൽ.